നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. മുൻവർഷത്തെ വിജയ ശതമാനത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. വടക്കാഞ്ചേരി മേഖലയിലെ സ്കൂളുകൾ 100% വിജയത്തിന്റെ തിളക്കത്തിലാണ്. പരിശോധിക്കാം വിശദമായി വീണ ന്യൂസ് തലക്കെട്ടുകളിലേക്ക്. Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സംസ്ഥാനത്ത് SSLC, THSLC, AHSLC പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. SSLCക്ക് 99.69% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവ്. മുൻവർഷം വിജയ ശതമാനം 99.7. ഗൾഫ് ഉൾപ്പെടെ 2970 സെന്ററുകളിലായി പരീക്ഷ എഴുതിയത് 4,27,153 വിദ്യാർത്ഥികൾ. 71,831 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും A+. കഴിഞ്ഞ വർഷത്തേക്കാൾ 3,227 വിദ്യാർത്ഥികളുടെ വർധന. പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ വിജയം 100%. THSLCയിൽ 2,944 പേർ പരീക്ഷ എഴുതി. 2,938 പേർക്ക് വിജയം. 534 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. AHSLCയിൽ കേരള കലാമണ്ഡലത്തിൽ 60 പേർ പരീക്ഷ എഴുതി. ഒരു കുട്ടിക്ക് തോൽവി. SSLC പരീക്ഷയിൽ വടക്കാഞ്ചേരി മേഖലയിലെ സ്കൂളുകൾക്ക് മിന്നുന്ന വിജയം. അത്താണി മേഖലയിലും സമ്പൂർണ്ണ വിജയ സ്കൂളുകൾ. വടക്കാഞ്ചേരി ബോയ്സ് ഗേൾസ് സ്കൂളുകളിൽ 100% വിജയത്തേരോട്ടം. കുണ്ടുകാട് നിർമ്മലയ്ക്കും 100ന്റെ തിളക്കം. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ 85 കുട്ടികൾ പരീക്ഷയ്ക്കിരുന്നു. 85 പേരും വിജയിച്ചു. 12 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. ആര്യാമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും വിജയം 100%. 13 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. അത്താണി JMJയിലും വിജയചരിത്രം 100%. 85 കുട്ടികളിൽ 39 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. അവണൂർ ശാന്താവ് സ്കൂളിലും 100ന്റെ തിളക്കം. വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 140 കുട്ടികളിൽ വിജയം 100%. 60 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ 341 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഒരു കുട്ടിക്ക് തോൽവി. 35 A+ നേടി സ്കൂളിൽ അക്കാദമിക് തിളക്കം. തിരൂർ സെന്റ് തോമസ് സ്കൂളിൽ 238ൽ 238 കുട്ടികളും വിജയിച്ചു. പരീക്ഷ മെയ് 28 മുതൽ ജൂൺ 6 വരെ. വ്യാഴാഴ്ച മുതൽ അപേക്ഷിക്കാം. +1 ക്ലാസുകൾ ജൂൺ 24-ന് ആരംഭിക്കും. അടുത്ത വർഷം മുതൽ SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ മാറ്റം. ജയിക്കാൻ മിനിമം മാർക്ക് ഏർപ്പെടുത്തും. ഹയർ സെക്കൻഡറിയിലേതുപോലെ പേപ്പർ മിനിമം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മാറ്റം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നിരത്തുകളിൽ ജീവൻ രക്ഷയുടെ കരുത്തുറ്റ വക്താക്കളായ ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന മഹനീയ നാമത്തിന്റെ പിറവിക്ക് വയസ്സ് 24. ജില്ലയിൽ മുൻ കളക്ടർ അൽകേഷ് കുമാർ ശർമ്മയുടെയും ഫാദർ ഡേവിസ് ചിറമലിന്റെയും നേതൃത്വത്തിൽ ആക്സ് പിറവി കൊണ്ടത് 2000 മെയ് 8-ന്. നിഷ്കാമ കർമ്മ മുദ്രാവാക്യം. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവർക്ക് സമൂഹത്തിന്റെ നിറഞ്ഞ കയ്യടി. വാർഷിക ദിനത്തിൽ വടക്കാഞ്ചേരി ബ്രാഞ്ച് മാനവ സ്നേഹ സന്ദേശ ജാഥ നടത്തി. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രസിഡന്റ് VV ഫ്രാൻസിസ് പതാക ഉയർത്തി. രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു. വി അനിരുദ്ധൻ നയിച്ച സന്ദേശജാഥയ്ക്ക് വൻ വരവേൽപ്പ്. തൃശൂർ തെക്കേ ഗോപുരനടയിൽ സമാപനം. പാഞ്ഞാൾ തോട്ടത്തിൽ മനയെ ഭക്തി നിറലഹരിയിലാഴ്ത്തി മഹാകിരാത രുദ്രയജ്ഞം 3-ാം ദിനത്തിലേക്ക്. ഏറെ വൈശിഷ്ട്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസി സമൂഹം പാഞ്ഞാളിന്റെ മണ്ണിൽ. വേട്ടേക്കരന്റെ എഴുന്നള്ളിപ്പ് തോട്ടത്തിൽ മനയെ ഉത്സവാവേശ നിറവിൽ ആറാടിച്ചു. പ്രസാദ ഊട്ടിൽ നിരവധി പേർ കണ്ണികളായി. ഊട്ടുപുരിയെ രുചിയുടെ വൈവിധ്യത്തിൽ നിറച്ച് മാന്നന്നൂർ ദാമോദരൻ നമ്പീശൻ. കോവിഡ് കാലത്ത് രോഗപ്രതിരോധത്തിനായി വ്യാപകമായി ഉപയോഗിച്ച വാക്സിൻ കോവിഷീൽഡ് പിൻവലിച്ചു. വാക്സിൻ ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് കോടതിയിൽ സമ്മതിച്ചതിന് ശേഷമാണ് നിർമ്മാണ കമ്പനിയായ അസ്ട്രാസെനഗയുടെ പിൻവാങ്ങൽ. ആഗോളതലത്തിലാണ് പിൻവലിക്കലെന്ന് കമ്പനി. വാക്സിൻ സ്വീകരിച്ചവർക്ക് ആശങ്കയൊഴിയുന്നില്ല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി വൻ വിജയം നേടുമെന്ന് മന്ത്രി കെ രാജൻ. 30,000-ത്തിലധികം വോട്ടിന് VS സുനിൽകുമാർ വിജയിക്കും. CPM വോട്ടുകൾ BJPക്ക് മറിച്ച് നൽകിയെന്ന കെ മുരളീധരന്റെ ആരോപണം പരാജയ ജാലത മറയ്ക്കാനുള്ള കുതന്ത്രം. ഇടതുമുന്നണിയുടെ കെട്ടുറപ്പോടെയുള്ള പ്രവർത്തനം മികച്ച വിജയത്തിന് ആധാരമെന്നും റവന്യൂ മന്ത്രി. തൃശൂരിൽ വീണ്ടും വൻ ലഹരി വേട്ട. മാരക ലഹരി മരുന്നായ യെല്ലോ കളർ മെത്താഫെറ്റമിനുമായി 2 യുവാക്കൾ പിടിയിൽ. വല്ലച്ചിറ മിനി ഗ്രൗണ്ട് പരിസരത്ത് നിന്നാണ് 5 ഗ്രാം മാരക മയക്കുമരുന്നുമായി യുവാക്കൾ പിടിയിലായത്. വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് മെത്താഫെറ്റമിൻ എന്ന എക്സൈസ് സംഘം. കാട്ടാന വിഹാരത്തിൽ ഭയത്തിന്റെ നിലയില്ലാക്കയത്തിൽ അകമലയിലെ ജനത. മനുഷ്യജീവൻ തന്നെ ഭീതിയുടെ നിഴലിലാകുമ്പോഴും ഉറക്കം തൂങ്ങിയിരുന്ന് വനം വകുപ്പും സംസ്ഥാന സർക്കാരും. ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് വാഗ്ദാനം മാത്രം നൽകി MLA. ആനവിഹാര മേഖലയിൽ സന്ദർശനം നടത്തി കോൺഗ്രസ് നേതാക്കൾ. ജനകീയ പ്രക്ഷോഭം ഏറ്റെടുക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ. കേച്ചേരിയിൽ ബന്ധുവിന്റെ കോഴിക്കട പെട്രോൾ ഒഴിച്ചഗ്നിക്കിരയാക്കി യുവാവ്. പെരുമണ്ണ് സ്വദേശി ചന്ദ്രന്റെ കോഴിക്കടയ്ക്ക് തീയിട്ടത് ബന്ധു 32-കാരനായ അഖിൽ. നിരവധി കോഴികൾ ബന്ധു ചത്തു. വ്യക്തിവൈരാഗ്യമാണ് കൊടും ക്രൂരതയിലേക്ക് നയിച്ചതെന്ന് പോലീസ്. അറസ്റ്റിലായ പ്രതി റിമാൻഡിൽ. സുപ്രസിദ്ധ സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു. മലയാളത്തിന് യോധ ഉൾപ്പെടെ ഒട്ടേറെ മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച സംഗീത് ശിവന്റെ മരണം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഹിന്ദിയിലും മികവിന്റെ കയ്യൊപ്പ് വെച്ചു സംഗീത് ശിവൻ. ഛായാഗ്രാഹകനായും വിസ്മയം സൃഷ്ടിച്ചു. AR റഹ്മാനെ മലയാളത്തിന് പരിചയപ്പെടുത്തിയും ശ്രദ്ധേയനായി.